ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 13-ാമത്തെ തിരുവചനം. യേശു കൈനീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. തൽക്ഷണം കുഷ്ഠം അവനെ വിട്ടുമാറി. പരിശുദ്ധ തൃത്വൈക ദൈവത്തിന് സ്തുതി. നികൃഷ്ടമായ ഒരു രോഗം പിടിച്ച ഒരു മനുഷ്യൻ. മോശയുടെ നിയമപ്രകാരം ലേവ്യ പുസ്തകം 13-ാം അധ്യായം 45-46 വാക്യങ്ങളിൽ പറയുന്നുണ്ട് എങ്ങനെ ഒരു കുഷ്ഠരോഗി നടക്കണമെന്ന്. കുഷ്ഠമുള്ളവൻ കീറിയ വസ്ത്രം ധരിക്കുകയും മുടി ചീകാതിരിക്കുകയും മേൽചുണ്ട് തുണി കൊണ്ട് മറയ്ക്കുകയും അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയുകയും വേണം. രോഗമുള്ള കാലമെല്ലാം അവൻ അശുദ്ധനാണ്. അവൻ പാളയത്തിനു വെളിയിൽ ഒരു പാർപ്പിടത്തിൽ ഏകനായി വസിക്കും. അങ്ങനെ നികൃഷ്ടമായ ഒരു രോഗം പിടിച്ച ആ മകനെ തൊടുന്ന ദൈവം, അതെ, അശുദ്ധിയിലും പാപത്തിലും ജീവിക്കുന്ന നമ്മെ ഓരോരുത്തരെയും തലോടുവാൻ തയ്യാറാകുന്ന ദൈവം, ആ സ്വാന്തന കരസ്പർശനമേൽക്കുവാൻ ഒരു യോഗ്യതയുമില്ലാത്ത നമ്മെ ഓരോരുത്തരെയും അവൻ്റെ കരവലയത്തിൽ ചേർത്ത് നിർത്തുവാൻ ആഗ്രഹിക്കുന്ന യേശു എന്ന നമ്മുടെ ദൈവം. എനിക്ക് മനസ്സുണ്ട് എന്ന് 1000 തവണ നമ്മളോട് ഓരോരുത്തരോടും പറയുവാൻ ആഗ്രഹിക്കുന്ന ദൈവം. നമ്മൾ കടന്നു പോകുന്ന, നമ്മുടെ വേണ്ടപ്പെട്ടവർ കടന്നു പോകുന്ന സഹനങ്ങളിൽ നമുക്കും അവർക്കും തൽക്ഷണം വിശ്വാസവും ഹൃദയശാന്തിയും വേദനകളിൽ നിന്നുള്ള വിടുതലും രോഗസൗഖ്യവും തരുവാൻ പ്രാപ്തനായ ശക്തനായ ദൈവം. ആ ദൈവം ഇവിടെ 3 കാര്യങ്ങൾ ചെയ്യുകയാണ്. ആ കുഷ്ഠരോഗിയുടെ ജീവിതത്തിൽ അവനെ തൊടുന്നു, അവനോട് സംസാരിക്കുന്നു, അവന് സൗഖ്യം നൽകുന്നു. ആരും ചെയ്യാത്ത കാര്യങ്ങൾ. ഒരു കുഷ്ഠരോഗിയുടെ മുൻപിൽ നിന്ന് കണ്ടാൽ ഓടിപ്പോകുന്ന ഒരു കാലത്ത് യേശുവിൻ്റെ മഹത്വത്തിനായി ആ കുഷ്ഠരോഗി വിശ്വാസത്തോടെ അവിടെ വരികയും യേശു സൗഖ്യം കൊടുക്കുകയും ചെയ്യുന്ന ഒരു അതിമനോഹരമായ അവിശ്വസനീയമായ കാഴ്ച. ആർക്കും ഊഹിക്കാൻ പോലും പറ്റാത്ത ഒരു വലിയ കാര്യം ചെയ്യുന്ന യേശു. ആരെയും അവൻ്റെ മുൻപിൽ മുട്ടുകൾ വണക്കി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ ഉതകുന്ന വലിയൊരത്ഭുതം പ്രവർത്തിക്കുന്ന യേശു. ആ യേശു നമ്മുടെ ജീവിതത്തിലും നമുക്ക് വേണ്ട സൗഖ്യം തരുവാൻ പ്രാപ്തനാണ്. അറിഞ്ഞും അറിയാതെയും നാം മനസ്സിലും ശരീരത്തിലും കൊണ്ടു നടക്കുന്ന അതിഗുരുതര പാപത്തിൻ്റെയും രോഗത്തിൻ്റെയും ലക്ഷണങ്ങൾ, ആ ലക്ഷണങ്ങൾ സൗഖ്യമാക്കി തരുവാൻ കർത്താവിൻ്റെ സന്നിധിയിൽ സാഷ്ടാംഗം കവിണ് വീണ് തന്നെ ശുദ്ധനാക്കുവാൻ അപേക്ഷിച്ച ആ മകനെപ്പോലെ നമുക്കും അവൻ്റെ സന്നിധിയിൽ മുട്ടുകൾ മടക്കി നമ്മുടെ അപേക്ഷകൾ സമർപ്പിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.